Hello guys, welcome back to my YouTube channel. This is Harishma Padikal and you're watching Harishma Padikal YouTube channel. ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ അമ്മേൻ്റെ വീട്ടിലോട്ട് പോവാണ്. സോ അമ്മേൻ്റെ വീട്ടിൽ അമ്മമ്മ, അച്ഛൻ, ഞാൻ അമ്മച്ചനെ അച്ഛൻ എന്നാണ് വിളിക്കൽ, മാമൻ, മാമി, പിന്നെ എൻ്റെ കസിൻ അവളും ഉണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ അമ്മയും പപ്പയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം. ഗൈസ്, ഞാൻ കോളേജ് ഒഴികെ എവിടെ പോവുകയാണെങ്കിലും ഒരിത്തിരി ലേറ്റ് ആവും. പക്ഷേ ഇതില്ലേ, ഞാൻ ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ അമ്മച്ചനെയും അച്ഛനെയും കാണാനുള്ള ഒരു ഇതില്ല. അവരാണ് കുറേ ആയിട്ടുണ്ട് വിളിക്കുന്നത്, വെക്കേഷനൊക്കെ ആയില്ല, അങ്ങോട്ട് വരുമോ എന്ന് ചോദിക്കുന്നതിനും. അപ്പം ഇന്ന് പോവാണ്. അതിൻ്റെ ഒരു സന്തോഷം ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. നോർമലി ഞാൻ എന്ത് പോകുന്ന സമയത്തും കുറച്ച് അലാറം ഒക്കെ വെച്ചിട്ട് എനിക്ക് അങ്ങനെ എണീക്കാൻ പറ്റുള്ളൂ. ഇത് ഞാനിങ്ങനെ അലാറം ഒന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അലാറത്തിന് മുന്നേ തന്നെ ഞാൻ ഉണർന്ന് ഓഫ്. ഞാൻ അവിടെ പോയിട്ട് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരുമ്പോഴും എനിക്ക് ഓരോരോ മെമ്മറീസ് ഉണ്ടാവും കേട്ടോ. ഞാൻ ചെറുപ്പത്തിൽ പലരും പറ്റിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ ഓരോ ഉടായ്പ് കഥകളുണ്ടാവും. പിന്നെ ഞാൻ ഓരോ സ്ഥലം കാണുന്നവരും ഓരോ കഥകൾ പറഞ്ഞു തരുന്നുണ്ട്. ഞാൻ അവിടെ ഉള്ളവരെ കാണിക്കുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റുള്ളൂ. ബിക്കോസ് അവർക്ക് അങ്ങനെ അമ്മച്ചനമ്മല്ല അങ്ങനെ വീഡിയോയിൽ വരാനൊന്നും ഇഷ്ടമുണ്ടാവില്ല. ഇഷ്ടമല്ലാതെ നമ്മൾ പിടിച്ചിരുത്താൻ പറ്റുമല്ലോ. അപ്പം ഞാൻ കൂടുതലും കാണിക്കുക അവിടുത്തെ സ്ഥലങ്ങളായിരിക്കും. സ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഭയങ്കര ഒരു വില്ലേജ് ടൈപ്പ്, ഇങ്ങനെ പുഴ, തോട്, വയൽ, അങ്ങനത്തെ സാധനങ്ങളാണ്. ഞങ്ങളിങ്ങനെ ഞാൻ പറഞ്ഞില്ലേ കസിൻ ഉണ്ട് എന്ന്. അവളും ഞാനും ചെറുപ്പത്തിൽ ഓരോ കളിച്ചിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. ഞങ്ങൾ പല പല സാധനം കളിച്ചിട്ടുണ്ട്. അവിടെ പശുവുണ്ട്, പിന്നെന്താ അങ്ങനത്തെ പെറ്റ്സൊക്കെ കുറേ ഉണ്ട്. അപ്പം ഞാൻ ഗൈസ് കൊണ്ടുപോകുന്നത് ബാഗിലിടുന്നത് ഈ രണ്ട് സാധനങ്ങളും ഈ ഫോണും മാത്രമാണ്. വേറൊന്നും എടുക്കേണ്ട ആവശ്യമില്ല. ബാക്കിയെല്ലാം ഓരോ ബാഗിലും ഒക്കെ ഉണ്ട്. അവിടെ കുറച്ച് ലോങ് ഉണ്ട് കേട്ടോ പോകാനായിട്ട്. അപ്പം ഞാനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. പുറത്ത് പോകുന്ന വഴിക്ക് എവിടെ നിന്നും കഴിക്കണം. സൺഡേ ആയതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയിട്ടില്ല. ഏകദേശം ഞാൻ മാമൻ്റെ വീട്ടിലേക്കൊരു സർപ്രൈസ് വിസിറ്റ് ആയിരുന്നു ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ അമ്മ അത് കൊളാക്കി. വിളിച്ച് പറഞ്ഞതല്ല, വരുന്നുണ്ട് എന്ന് അറിയിച്ച്. അങ്ങനെ തന്നെ. അപ്പം എൻ്റെ ആ ഒരു സാധനം നഷ്ടപ്പെട്ടു. ഇറ്റ്സ് ഓക്കെ. നല്ലൊരു നേച്ചർ ഫ്രെയിം കിട്ടി. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് എന്തെങ്കിലും പറയാമെന്ന്. ഇവിടെയല്ല ക്യാമറ. വീട്ടുകാർ ഇതുവരെ ഇറങ്ങിയിട്ടില്ല ഗൈസ്. ഇങ്ങനത്തെ സമയത്ത് അവരിറങ്ങൂല. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. അവർക്ക് പോകേണ്ട, അവർ എക്സൈറ്റഡ് ആയിട്ട് പോകുന്ന സമയത്തൊന്നും ഞാനും ഇറങ്ങാറില്ല, ലേറ്റാവും. ഞാനിങ്ങനെ ഇവരെ വെയിറ്റ് ചെയ്തിട്ട് മുറ്റത്തൂടെ നടക്കുന്ന സമയത്താണ് അത് എൻ്റെ കണ്ണിൽപ്പെട്ടത്. എന്താണെന്ന് കാണിച്ചു തരാം. കാണുന്നുണ്ടോ ഗൈസ്? യെസ്, ദിസ് വൺ. കിട്ടി ഗൈസ്. എനിക്ക് ചാമ്പക്ക എന്നാണോ നിങ്ങളവിടെ പറയാമെന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. എൻ്റെ മാമൻ്റെ അവിടെ വേറെന്തോ പറയാം, മറന്നുപോയി. അങ്ങനെ എന്തോ. അപ്പം ഇത് പഴുത്തിട്ടില്ല. ബട്ട് എനിക്കിതിൻ്റെ പഴുക്കാത്തൊരു ആ ഒരു ഇതില്ലേ, പച്ച എന്നാൽ പഴുത്ത, അങ്ങനത്തെ ആ ഒരു ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ടേസ്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാനിത് കഴിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, ഞങ്ങൾ എല്ലാവരും റെഡിയായി സെറ്റായി. കാണാം. ഞാൻ പഠിപ്പിച്ചു കൊടുത്ത അതേപോലെ പറഞ്ഞിട്ടുണ്ട്. സൂപ്പർ ഗൈസ്. ഞങ്ങൾ ഇവിടെ എത്തി ഗൈസ്, അമ്മൻ്റെ വീട്ടിലെത്തി. ഇനി കുറച്ച് ഇത്തിരി നടക്കാനുണ്ട്. ഞങ്ങൾ ഈ ഷോർട്ട് റൂട്ട് വഴി വന്ന്, അപ്പോൾ വണ്ടിയായിട്ട് അതിലൂടെ പോയി. എന്താ അമ്മ പറയാനുള്ളത്? അമ്മേൻ്റെ വീട്ടിലെത്തിയിട്ട് കഴിഞ്ഞു. ഹാപ്പി ആയോ? ഹാപ്പി. ഇനി ഞാൻ ഓരോ സ്ഥലങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഗൈസ്, വീട്ടിൽ പോയിട്ട് ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ ഗൈസ്, ഞങ്ങൾ അമ്മമ്മയുടെ സ്പെഷ്യൽ ഫുഡൊക്കെ കഴിച്ചിട്ട് വരാം. ഹായ് ഗൈസ്. അപ്പം നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ഇതെന്ന് പറയുന്നത്, അമ്മേനെയും പപ്പേനെയും ഇരുത്തിയിട്ടുണ്ട്. ഇനി ഇവർക്ക് ഇതെന്താണ്, യെസ്, ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു മിഠായിയാണ്. നിങ്ങളെല്ലാവരും കഴിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇത് ആദ്യം എല്ലാവർക്കും ഞാൻ ഓരോന്ന് കൊടുത്തു. എല്ലാവരും കാണിക്കും, ഇങ്ങനെ കാണിച്ചേ. അപ്പം ഇത് ആദ്യം ആരാണ് കഴിച്ച് തീർക്കുക എന്നുള്ളതാണ്. ഞാൻ സ്റ്റാർട്ട് എന്ന് പറയും. അപ്പോൾ ആദ്യം കഴിക്കണം. എന്തെങ്കിലുമൊക്കെ വീഡിയോയിൽ കൂടെയുണ്ട്, അതിന് വേണ്ടിയിട്ടാണ്. റെഡി? നമ്പർ 1 2 3 സ്റ്റാർട്ട്. ഇത്രയും ടൈമോ? ഇറക്കണം. വായിൽ വയ്ക്കാൻ പാടില്ലേ. ഞാൻ
എന്നാ പറയണ്ടേ? സോഡ മൂടി പണിയാ. സോഡയോ? ഫസ്റ്റ് കഴിച്ച പപ്പയാ. ഓക്കെ, ഫസ്റ്റ് കഴിച്ചത് പപ്പ. പിന്നെ അല്ല പിന്നെ എന്തായാലും ഇത് ചീറ്റി പോയി, പരിപാടി ചീറ്റി. മാമൻ്റെ വീട്ടിൽ ഏറ്റവും നല്ലൊരു സ്പെഷ്യൽ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ പശുവുണ്ട്. പശു, കോഴി, അങ്ങനത്തെ ഓരോ സാധനങ്ങളുണ്ട്. അപ്പം ഇപ്പം പുതിയൊരു ന്യൂ മെമ്പർ വന്നിട്ടുണ്ട്, നമ്മളുടെ കുഞ്ഞു പശു. ഹലോ, നോക്കിയേ, ഒന്ന് എണീക്കോ? സ്റ്റാൻഡ് അപ്പ് ഗൈസ്. പേരെന്താണ്? പശുവിൻ്റെ അടുത്താണ് ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ അമ്മേൻ്റെ അടുത്തേക്ക് പോവാം. എൻ്റെ അമ്മയാണ് നന്ദിനിക്കുട്ടി, ഞങ്ങളുടെ നന്ദിനിക്കുട്ടി. ഹലോ ഗൈസിന് ദേഷ്യം പിടിക്കുന്നുണ്ട്, നമ്മൾ ബാവേൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചിട്ടാ. നോക്കിയേ, അപ്പോൾ ഇതാണ് ഇവിടുത്തെ 2 പശുക്കൾ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, എനിക്ക് ഓരോ സ്ഥലം പറയുമ്പോഴും ഓരോരോ കഥകൾ പറയാനുണ്ടാവുമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു കഥ, ഞാൻ കുഞ്ഞായിരിക്കുന്ന സമയത്ത് എൻ്റെ കസിൻസിൻ്റെ കൂടെ കളിക്കുന്നു. കസിൻസ് എന്ന് പറയുമ്പോൾ അമ്മേൻ്റെ കസിൻസും എൻ്റെ എല്ലാ നമ്മളെ ഫാമിലി കസിൻസ്. അങ്ങനെ ഞാൻ ഇതിനകത്ത് കയറിയിട്ട് എൻ്റെ കാലിൽ കുറച്ച് ചാണകമായി. അങ്ങനെ ഞാൻ ഇത് കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു കുളം പോലത്തെ സ്ഥലം ഉണ്ടായിരുന്നു. അങ്ങനെ അതിലിറങ്ങി എനിക്കത് ബോധമില്ലല്ലോ. ഞാനിങ്ങനെ ഇറങ്ങി പോയി ലാസ്റ്റ് ചെളിയിലേക്ക് ഇങ്ങനെ അങ്ങ് ഇറങ്ങിപ്പോയി. പിന്നെ വെള്ളത്തിൽ മുങ്ങി. കസിൻസ് ആണെങ്കിൽ കസിൻസും ചെറിയ പിള്ളേർ തന്നെയാണ്. അപ്പോൾ അങ്ങനെ പേടിച്ച് അങ്ങനെ അമ്മേനെ വിളിച്ച് ലാസ്റ്റ് ഞാനിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ആ ഒരു സ്റ്റോറി എനിക്കിന്നും ഓർക്കാം. തൊടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്കൊന്ന് തൊടണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒന്ന് തൊട്ടോട്ടെ കുട്ട. ഞാനാ, ക്ഷമിക്കണം. അച്ഛനായേ നോക്കിയ ഗൈസ്, നല്ല ക്യൂട്ടായിട്ട് അമ്മച്ച പോവാ. നെക്സ്റ്റ് സ്റ്റോറി ഇത് ഇവിടുന്നാണ്. ഇതൊക്കെ എൻ്റെ അച്ഛൻ്റെ കൃഷികളാണ്. അച്ഛൻ എന്ന് പറയുമ്പം അമ്മയുടെ അച്ഛനാണ്, ഞാനങ്ങനെ വിളിക്കുന്നേ ഉള്ളൂ. അങ്ങനെ സ്റ്റോറി വന്നിട്ട് ഞാനൊരു കെ ജി ക്ലാസ്. അപ്പോൾ എനിക്കിങ്ങനെ അത്ര ബോധമില്ലല്ലോ, ഇപ്പോഴും ബോധമില്ല. അങ്ങനെ സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മമ്മയും എൻ്റെ അമ്മയും കൂടെ പുറത്തു പോയി, എന്തോ മേടിക്കാനൊക്കെ പോയി. അപ്പോൾ എൻ്റെ മൈൻഡിൽ എന്താ ഉള്ളത്, ഇവർ എന്നെ കൂട്ടാണ്ട് എവിടെയോ പോയി എന്നുള്ളത്. അങ്ങനെ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ആ ഒരു വിഷമം എൻ്റെ മനസ്സിലുണ്ടാവുമല്ലോ, എന്നെ കൂടെ എവിടെ പോയി, എന്നെ എന്താ കൂട്ടാത്തതെന്നുള്ള ഒരിത്. അങ്ങനെ എന്നെ നോക്കാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അച്ഛൻ്റെ അടുത്താണ്. അച്ഛൻ നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഇവിടേക്ക് വന്നു, ഈ ഒരു സ്ഥലത്തേക്ക് വന്ന് അച്ഛൻ അങ്ങനെ വാഴ അതൊക്കെ ഇതാക്കുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്തെന്ന് അറിയാം, പെട്ടെന്ന് വരെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട്, കാരണം എന്നെ ഇട്ടിട്ട് പോയല്ലോ, അപ്പം ഓരെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്താനുള്ളൊരു എൻ്റെ ഒരു സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ അത് പാവായിപ്പോയി. ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ അയ്യോ ഞാനെന്ത് ഇതാണെന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ ഞാനെന്താ സംഭവം പറഞ്ഞുതരാം. അയ്യോ കഥ തെന്നി മറന്നു. അച്ഛൻ ഇവിടെ ഇതാക്കിക്കൊണ്ടിരിക്കുക. അപ്പം ഞാൻ എന്ത് ചെയ്ത്, എനിക്ക് വയ്യാന്നും പറഞ്ഞിട്ട് ഞാൻ ഒരുമാതിരി ഈ പറമ്പിൽ അങ്ങ് കിടന്നിട്ട് എനിക്ക് വയ്യ, അയ്യോ ഈ തലകറങ്ങുന്ന എന്തൊക്കെയോ വേദനകളൊക്കെ ഞാൻ പറഞ്ഞ് പാവൻ്റെ അച്ഛൻ പേടിച്ച് പോയി. കാരണം അച്ഛൻ്റെ അടുത്ത് ഏൽപ്പിച്ചിരിക്കുകയല്ലേ. അങ്ങനെ അച്ഛൻ്റെ 2 കയ്യിലെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുപോയി ലാസ്റ്റ് ബെഡിലൊക്കെ കിടത്തി. എന്തൊക്കെയോ അന്ന് അച്ഛൻ അറിയുന്ന എന്തൊക്കെയോ മരുന്നല്ല, എനിക്ക് വേദന അതെന്നൊക്കെ പറഞ്ഞിട്ട് ഈ നാരങ്ങയും പിന്നെ ഉപ്പിട്ടിട്ട് എന്തൊക്കെയൊക്കെ മരുന്നാക്കി തന്ന്. അങ്ങനെ ലാസ്റ്റ് ഞാനിങ്ങനെ ഒരു 5-10 മിനിറ്റ് അച്ഛൻ ടെൻഷൻ അടിക്കുക കേട്ടോ. ടെൻഷൻ അടിച്ചിട്ട് വിളിക്കാൻ അന്ന് ജസ്റ്റ് പോയതല്ല, അന്ന് ഫോണൊന്നും കൊണ്ടുപോയിട്ടില്ല, ജസ്റ്റ് ഇവിടേക്ക് വന്നാൽ പോയതാണ്. വരെ വിളിക്കാന്നുള്ളതില്ല. പിന്നെ ടെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് കൈവിട്ട കളിയാവും. ലാസ്റ്റ് എനിക്ക് എൻ്റെ അമ്മ വന്നിട്ട് നല്ല തല്ല് കിട്ടുമെന്ന് തോന്നിയപ്പോൾ ഞാനിങ്ങനെ പറ്റിച്ചേന്നങ്ങ് പറഞ്ഞു. പിന്നെ അച്ഛൻ ഒന്നും പറഞ്ഞില്ല. പിന്നെ വീട്ടുകാർ വന്ന് ഈ സംഭവം അച്ഛൻ വിവരിച്ചു കൊടുത്ത് എനിക്ക് നല്ല ചീത്ത കിട്ടും. ഇതാണ് സെക്കൻഡ് സ്റ്റോറി. ദെൻ ഗായ്സ്, ഇവിടെ ഒരു കുളമുണ്ട്, എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയതാണ്.
കുറേ കാലമായി. ഞാനൊരു ഇപ്പം ഒരു 6 years ഒക്കെ ആയിട്ടുണ്ട്. 6 ആയിരിക്കില്ല, അറിയില്ല. ഈ ഒരു കുളം ശരിക്കും ഇവിടുത്തെ കൃഷികളൊക്കെ നനയ്ക്കാൻ വേണ്ടി ഉണ്ടാക്കിയ, അല്ലാതെ ഇങ്ങനെ ചാടി കുളിക്കാൻ വേണ്ടിയിട്ടല്ല. പക്ഷേ എനിക്കും എൻ്റെ കസിനും ഇത് ഞങ്ങളന്ന് ഭയങ്കര പൂൾ ആ ഒരു ഇതിൽ ഭയങ്കര മനസ്സിൽ നമുക്കിത് ഉണ്ടാവുമല്ലോ. ഞങ്ങൾ ചെറിയ പിള്ളേരല്ലേ, അങ്ങനെ ഞങ്ങൾ ചാടി കുളിക്കലൊക്കെ ഉണ്ടായി. കുളിക്കല്ല, ജസ്റ്റ് ഇങ്ങനെ ആക്കലുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു മെമ്മറീസ്. ഇപ്പോൾ ഞങ്ങൾ തിരിഞ്ഞു പോലും നോക്കലില്ല, ഞങ്ങളിങ്ങോട്ട് വരല തന്നെ കുറവാണ്. പിന്നെയുള്ള സ്റ്റോറീസ് വേറൊരു സ്റ്റോറി ഉണ്ട്. ഇവിടുത്തെ കണ്ടോ, ഫുൾ ഒരു ഇതാണ്. ഇവിടെ പണ്ടൊരു തോടൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ അപ്പം മൂടിപ്പോയി. ഒരു പൂച്ചനെ കാണണ്ടല്ലോ. ഹലോ, ഒന്ന് എണീക്കൂ. വേണ്ട, ഡിസ്റ്റർബ് ചെയ്യണ്ട. വല്ല മാന്തും കിട്ടിയാൽ കേൾക്കേണ്ടി വരും. വെക്കേഷൻ കൊളാക്കാൻ എന്നെ കൊണ്ട് വയ്യ ഗൈസ്. അപ്പോൾ ഇവിടുത്തെ സ്റ്റോറി, ഇവിടെ ഒരു തോട് പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാനൊരു ദിവസം, വീട് അവിടെ കേട്ടോ, വീട് അങ്ങോട്ടേക്കാണ്, ജസ്റ്റ് വരാനേ ഉള്ളൂ. അങ്ങനെ ഞാൻ എന്ത് ചെയ്ത്, ഇവരെ കണ്ണും വെട്ടിച്ച്, ഇവരെന്തോ പണിയില്ല അങ്ങനെ ഞാൻ അവിടുന്ന് നേരെ ഇവിടേക്ക് ഓടിപ്പോന്നു. ആരും അറിയാതെ മെല്ലെ ഓടിപ്പോന്നു. അങ്ങനെ ഓടിപ്പോന്നിട്ട് കാരണം എൻ്റെ വീട്ടിൽ എൻ്റെ ഞാൻ നിൽക്കുന്ന വീട്ടിൽ വെള്ളം ഇതുപോലത്തെ തോട് ഇതൊന്നുമില്ല, ജസ്റ്റ് അങ്ങനത്തെ ഏരിയ. അപ്പോൾ എനിക്കിവിടെ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഹായ്, ഇത് വെള്ളം, ഹരിതാപം, പച്ചപ്പ് എന്നുള്ള സാധനം. അങ്ങനെ ഞാൻ ആ കണ്ണ് വെട്ടിച്ച് ഇവിടേക്ക് വന്ന് ലാസ്റ്റ് പെട്ടെന്നൊരു പാമ്പ്. യെസ് ഗായ്സ്, പാമ്പ്. അങ്ങനല്ല, ഞാൻ കുഞ്ഞു കുട്ടിയാണ്, ഇത് കാണി ഞാനിങ്ങനെ പേടിച്ച് പോയി. പിന്നെ എനിക്ക് സംസാരം ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നില്ലാണ്ടായി. അങ്ങനെ ഞാൻ ഓടി ഇങ്ങോട്ടേക്ക് പോന്നു. പിന്നെ എനിക്ക് അങ്ങോട്ട് ഒറ്റയ്ക്ക് പോകാൻ പേടി. അതാണ് പറയൽ, വീട്ടുകാരെ കണ്ണും വെട്ടിച്ച് പിള്ളേർ പുറത്ത് പോകരുതെന്ന് അന്ന് ഞാൻ മനസ്സിലാക്കി. അതിനുശേഷം ഞാനങ്ങനെ വീട്ടുകാരെ പറ്റിക്കാറില്ല. ഈ സാധനം കണ്ടോ ഗൈസ്, അതിങ്ങനെ എടുത്തിട്ട് ഒരു ഇല, ഇതുപോലത്തെ ഇല മുറിച്ചിട്ട് അതിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ കുഴച്ച് മിക്സ് ചെയ്ത് കേക്ക് ഉണ്ടാക്കലുണ്ടായിരുന്നു. ആർട്ടിഫിഷ്യൽ കേക്ക്, ക്ലേ പോലെയുള്ള, ഞാനും എൻ്റെ കസിനും കേട്ടോ. എന്നിട്ട് ഇതുണ്ടാക്കിയിട്ട് ഇങ്ങനെ കട്ടൊക്കെ ചെയ്ത്, നല്ലൊരു മെമ്മറീസ് ആയിരുന്നു ചൈൽഡ്ഹുഡ്. ഗൈസ്, നമ്മളെ കസിൻ ഇവിടെ തന്നെ ഉണ്ട് ഗൈസ്. ഞാൻ വിചാരിച്ചവൾ ഡാൻസ് ക്ലാസ് പോയായിരിക്കും, അങ്ങനെ ഞാൻ പോയില്ല അങ്ങോട്ട്. അവളെ വീട്ടിലേക്ക് പോവാം. ലിറ്റിൽ ഹേർട്സും കൊണ്ടാണ് ഞാൻ പോകുന്നത്. നോക്കാം. ശിവമോളെ ഗൈസ്, ഇവിടെ ഒരു പൂമ്പാറ്റ, അതെനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമല്ലേ. അതിനിവള് വാതിലിറക്കട്ടെ. ശിവ, ഓപ്പൺ. നമുക്ക് ഇത് കൊടുത്ത് സർപ്രൈസ് ചെയ്യാം തൽക്കാലം. ലിറ്റിൽ ഹേർട്സ്. കുട്ടു, ഡാൻസ് ക്ലാസ് പോയോ? അല്ല പോയി വന്നോ? പോയി വന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഡാൻസർ ശിവമോള്, ശിവാത്മിക്. ഹായ് പറഞ്ഞേ ഗൈസ്. എല്ലാവരും ഹരിഷ്മ പടിക്കൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനാണ് ഞാൻ കഷ്ടപ്പെട്ട് എഴുതിയത്. ഓക്കെ, അപ്പോൾ ബാക്ക് ടു സ്റ്റോറി ഗൈസ്. ഇനി എനിക്ക് പറയാനുള്ളൊരു കഥ. ഓക്കെ, ഇവിടെ ഞാൻ നടന്നു പോയിട്ട് വെള്ളം കാണിച്ചു തരാം. ഫോണൊന്നും വീഴൂലായിരിക്കും വെള്ളത്തിലേക്ക്. വീണാൽ പിന്നെ പോയി, വ്ളോഗും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അയ്യോ, ഞങ്ങൾക്ക് ചെറുപ്പത്തിൽ ഗൈസ് കഞ്ഞി തരുമായിരുന്നു, കുടിക്കാൻ വേണ്ടിയിട്ട് കഞ്ഞി തരലുണ്ടായിരുന്നു. ഞങ്ങൾ എന്ത് ചെയ്യും, പ്രകൃതിയൊക്കെ കണ്ട് കുടിക്കാം എന്നുള്ള വ്യാജേനെ ഇവിടെ വന്നിരിക്കും. ഇവിടെ ഞാൻ സ്ഥലം കാണിച്ചു തരാം. ഇറങ്ങിയിട്ട് ഇങ്ങനെയാണ്, അതായത് ഇവിടെ വന്നിരിക്കും, ഉണ്ടോ? ഓക്കെ, അങ്ങനെ ഇരുന്നിട്ട് ഇവർ കാണുന്നുണ്ടോയെന്നൊക്കെ നോക്കും കേട്ടോ. വീട്ടുകാർ കാണുന്നുണ്ടോ നോക്കിയിട്ട് ഈ കഞ്ഞി ഞങ്ങൾ എന്ത് ചെയ്യും, ഈ തോട്ടിൽ കുറച്ച് മീൻ, അന്നൊക്കെ നല്ല മീനുണ്ടായിരുന്നു. അങ്ങനെ ഈ മീനുകൾക്ക് ഇങ്ങനെ കഞ്ഞി ഒഴിച്ച് കൊടുക്കും. അങ്ങനെ ഞങ്ങൾ ആ ഒരു ഗ്ലാസ് കഞ്ഞി മൊത്തം ഇവിടെ ഒഴിച്ച് തീർക്കും. അത് ഞങ്ങൾക്ക് കഞ്ഞി ഇഷ്ടമല്ല, രണ്ടാർക്കും ഒരുപോലെ തന്നെ കഞ്ഞി ഇഷ്ടമല്ലേ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യും. അതാണ് ഇവിടുത്തെ സ്റ്റോറി. ഒരു ദിവസം ഈ തോട്ടിലേക്ക് മറിഞ്ഞു വീണു കേട്ടോ, അത് വേറെ കഥ. അന്ന് കുറച്ച് വെള്ളം അധികമായിരുന്നു. നമ്മളവിടെ ഈ വെള്ളപ്പൊക്കമൊക്കെ വന്നൊരു ഇതുണ്ടായിരുന്നു.
ആ ടൈമിൽ ഞങ്ങൾ ഇതിലേക്ക് മറിഞ്ഞു വേണം. പക്ഷേ ഞങ്ങൾക്ക് പെട്ടെന്ന് കയറാൻ വീട്ടുകാരുണ്ടായാലും അതുകൊണ്ട് പെട്ടെന്ന് കയറിപ്പോകും. ഇപ്പോൾ ഗൈസ് എനിക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴും എൻ്റെ ചൈൽഡ്ഹുഡ് ഇങ്ങനെ ഓർമ്മ വരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാനും ഓൺലി ചൈൽഡാണ്, ഇവിടുത്തെ കസിനും ഓൺലി ചൈൽഡ്. അപ്പം ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ആ ഒരു ബോണ്ട് ഭയങ്കര കാര്യമാണ്. അപ്പം ഞാൻ അവിടെയും ഇവിടെയാണല്ലോ. ഞങ്ങൾ കണ്ടുമുട്ടുന്നത് എന്ന് പറയുമ്പം വെക്കേഷൻ ഉണ്ടാകുമ്പം വെക്കേഷൻ ഉണ്ടാകുന്ന ആ ടൈമിൽ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വരൂ. അപ്പം ആ ഒരു ടൈമിലാണ് കാണുക. പക്ഷെ ഇവൾക്ക് വെക്കേഷൻ സെയിം ആയിരിക്കില്ല, വെക്കേഷൻ ക്രിസ്മസ് ഓണം എന്ന് പറഞ്ഞിട്ട്. അപ്പം വെക്കേഷൻ ഉണ്ടാകുമ്പോൾ ഇവളുടെ മാമൻ്റെ വീട്ടിലും പോകുമല്ലോ. അപ്പം ഞങ്ങൾക്ക് കാണുന്നത് ഒരു 1-2 ദിവസം അടുപ്പിച്ച് കിട്ടിയാലായി എന്നുള്ളത്. പിന്നെ ഞാൻ വിളി തുടങ്ങുമ്പോളെ വരുമോ എന്ന് വെച്ചിട്ട് അങ്ങനെ അത് മനസ്സലിന് പാവം കഷ്ടപ്പെട്ട് എനിക്ക് കമ്പനി തരാനായിട്ട് ഇങ്ങോട്ട് വരും. ഇവളില്ലെങ്കിലും ഇവിടെ ഒരു രസമല്ല സത്യമായിട്ടും. പിന്നെ അമ്മമ്മ ഒക്കെ ആണ്, അല്ലാതെ ഒരു നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ പറയാനും കളിക്കാനും ഒക്കെ ഇവളും കൂടെ വേണം, നല്ല രസമുണ്ട്. ഇന്ന് ഞാൻ പേടിച്ച് ഇവളിനി മാമൻ്റെ വീട്ടിൽ പോകുമെന്ന് നോക്കുമ്പോൾ അല്ല, പോയിട്ടില്ല. എനിക്ക് സന്തോഷം. മാമി എനിക്ക് ഉണ്ടാക്കി തന്ന സ്പെഷ്യൽ ബിരിയാണിയാണിത്. അപ്പോൾ നമുക്ക് കഴിച്ചിട്ട് വരാം. ഇവിടെ നിന്നിട്ട് എന്തോ ഒരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞ് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അവൾ വന്നിട്ട് നോക്കാം. വരാനായോ ശിവ? വരും. ജസ്റ്റ് ഒന്ന് പോസാക്കുന്നുണ്ട് ഗൈസ്. ആയോ ഗൈസ്? എന്താണ് ഗൈസ്? എന്താന്ന് പറ. അതൊരു ടൈമോടെ പറഞ്ഞാൽ തോന്നുന്നു. ടേസ്റ്റ് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടെ ഒരു അതെ തേൻ കയറാനുണ്ട്. വീട്ടിലുണ്ടാക്കിയ നല്ല ഗുഡ് ഗൈസ്, ഗുഡ്. എനിക്കിഷ്ടപ്പെട്ടു ആ സർപ്രൈസ്. ഗൈസ് നമ്മൾ ഇനി ഇവളുടെ സൈക്കിൾ ഓടിച്ച് നോക്കാൻ പോവാണ്. ഇല്ല, ഞാൻ ഇതിലാണ് എടുക്കുന്നത്. അപ്പം സൈക്കിൾ ഓടിച്ച് കളിക്കാണ്. ഇതാണ് ശിവ. ഞങ്ങൾ ഓടിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര വരെ ഉള്ളൂ. ഐ ഹോപ്പ് യു ഗൈസ് ആർ എൻജോയ് ചെയ്യാൻ മാത്രമൊന്നും ഉണ്ടായിരുന്നില്ല. എൻ്റെ കുറച്ച് സ്റ്റോറീസ്, റാൻഡം തിങ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സോ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് കാണുന്നവരേക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡു സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, പിന്നെ കമൻറ്റ് ചെയ്യുക. ബൈ പറഞ്ഞേ. ബൈ ഗൈസ്, ലവ് യു.